ഓണക്കാലത്ത് മുറ്റത്ത് കളം തീർക്കാൻ വർണ്ണങ്ങൾ തേടി ആളുകൾ ഒഴുകിയെത്തുന്നത് പൂവിപണിയിലേക്കാണ്. പുലർച്ചെ മുതൽ പൂക്കളുടെ വസന്തം തീർക്കുന്ന മാർക്കറ്റുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തുമ്പപ്പൂവും മുല്ലപ്പൂവും കിട്ടാക്കനിയാവുമ്പോൾ ക്ലിയർ വൈറ്റ് എന്ന ഡാലിയ വക ഭേദത്തിന് 800 രൂപയാണ് കിലോഗ്രാമിന് ഇപ്പോൾ വില. ചെണ്ടുമല്ലിയും അരളിയും ഒക്കെ തേടി ആളുകൾ എത്തുമ്പോൾ പൂവിപണിക്കും തീ പിടിക്കുകയാണ്. മറ്റെല്ലാ വിഭവങ്ങൾക്കും എന്ന പോലെ തീപിടിച്ച് തന്നെ നിൽക്കുകയാണ് പൂവിപണിയും. നമുക്കറിയാം, ഓണത്തിന് പൂക്കളം തീർക്കാൻ മറുനാടൻ പൂക്കളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും പൂവിപണി അല്ലെങ്കിൽ പുഷ്പവിപണി കുറച്ചുകൂടി വലുതായിക്കൊണ്ടിരിക്കുന്ന വികസിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. തളിയിലെ ഒരു പ്രധാനപ്പെട്ട പൂ വിൽപ്പന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിരത്തിയിട്ടിരിക്കുന്ന പൂക്കൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ റോസ് ഉണ്ട്, ജമന്തി ഉണ്ട്, പ്യുവർ വൈറ്റ് വിഭാഗത്തിൽപ്പെട്ടതുണ്ട്, ചെണ്ടുമല്ലിയുണ്ട്. അങ്ങനെ പൂക്കളത്തിന് നിറം പകരാൻ കഴിയുന്ന രീതിയിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് ആദ്യ ദിനം മുതൽ, അത്തം മുതൽ തന്നെ ഓണത്തിന്റെ പൂക്കച്ചവടം ആരംഭിക്കും. പിന്നീട് ഓണത്തിലേക്ക് പുരോഗമിക്കും തോറും കച്ചവടത്തിന്റെ പങ്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. വലിയ ഒരു വിലക്കയറ്റം എന്ന് പറയാമെങ്കിൽ പോലും ഓരോ ദിവസവും ഓരോ വില വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. എന്തായാലും നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് പൂവിപണി ഇത്തവണ? ഉഷാറാണ്. ഓണം ഇപ്രാവശ്യം എല്ലാ ജനങ്ങളും ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. വില ആർക്കും ഒരു പ്രശ്നമല്ല. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോന്നിയ വിലയല്ല. മാർക്കറ്റ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏത് തരം പൂവിനാണോ ആവശ്യക്കാരെന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും വാങ്ങാൻ അവർ സന്നദ്ധരാണ്. അതുകൊണ്ട് പൂവിപണി നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരും ഓണം ആഘോഷിക്കാൻ നല്ല തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഏത് പൂക്കളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് പ്യുവർ വൈറ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ച് ചട്ടി, അതേപോലെ മഞ്ഞ, അങ്ങനത്തെ കളറുകൾ ആണ് കോമ്പിനേഷനായിട്ട് വരുന്നത്. ഏറ്റവും പൂക്കളം തീർക്കാൻ യൂസ് ആവുന്നത് വെള്ള, ഓറഞ്ച്, മഞ്ഞ, വാടാർമല്ലി, പിന്നെ റോസ്. അതാണ് ഒരു 5 കളറാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കളർഫുള്ളാക്കാൻ എല്ലാവരും സെലക്ട് ചെയ്യുന്ന കളേഴ്സുകളാണ്. എത്ര വിലയൊക്കെ വെച്ചുണ്ട്? നമുക്കിപ്പം മാർക്കറ്റിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞതായിട്ട് കിട്ടുന്നത് വാടാർമല്ലിയാണ്. അത് നമുക്ക് ഇന്നത്തെ റേറ്റ് 60 രൂപയാണ് കിലോൻ്റെ വില. അത് കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ച് ചട്ടി എന്നാണ് പറയുക. നമ്മുടെ നാട്ടിൽ അതിന് പറയുന്നത് ചെണ്ടുമല്ലി എന്ന് പറയും. അതെ, അത് നമുക്ക് ഇന്നത്തെ റേറ്റ് 60 രൂപയാണ്. അതിന്റെ മറ്റേ കളർ വന്നിട്ട് 90 രൂപയാണ് ഇന്നത്തെ വില. ഈ 3 ഉള്ളൂ വില കുറവെന്ന് പറയാൻ കഴിയും. അതെ, 100-ൽ താഴെ വരുന്നത് നമുക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കുറച്ച് കോസ്റ്റ് വരും. വെള്ളയ്ക്കൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് 350 രൂപ മുതൽ വെള്ള വരുന്നുണ്ട്. 4 ഐറ്റം വെള്ളം നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. പിന്നെ നമുക്ക് വരുന്ന റോസാണ്. റോസ് ഡിമാൻഡുള്ളതാണ്. അവിടെ ഇന്നിപ്പോൾ സ്റ്റോക്കുകൾ 350-ന്റെ ഉണ്ട്, 300-ന്റെ ഉണ്ട്, പിന്നെ ഒരു ഐറ്റം 600 രൂപേൻ്റെ ഉണ്ട്. ഈ പ്യുവർ വൈറ്റിന് എന്ത് വില വരും? പ്യുവർ വൈറ്റ് ഇന്നത്തെ വിപണി 800 രൂപയാണ്. അതാണിപ്പോൾ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ. കൂടുതൽ വിപണിയിൽ യൂസ് ആവുന്ന ഒരു പൂവ് പ്യുവർ വൈറ്റ് ആണ്. കണ്ടാ തുമ്പപ്പൂലൊക്കെ ഇരിക്കും. അതെ. അത് മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് ഇന്ന് ഇപ്രാവശ്യം വെക്കുന്നത് 400 രൂപേൻ്റെ വ്യത്യാസത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 1200 രൂപ വരെ തുമ്പപ്പൂവിന്, അതായത് പ്യുവർ വൈറ്റിന് പോയിട്ടുണ്ട്. ഈ പൂക്കളവീടുകാരൊക്കെ അല്ലേ മത്സരങ്ങൾ ഉണ്ടാവാം വീടുകൾ? അതെ. റെസിഡൻസീസിൽ വന്നിട്ട് മത്സരങ്ങൾ വരുന്നുണ്ട്, ഓഫീസുകളിൽ മത്സരം വരുന്നുണ്ട്, സ്കൂള്, കോളേജ്, ആ തരത്തിലെല്ലാം മത്സരങ്ങൾ വന്നിട്ടുണ്ട്. കോളേജ്, സ്കൂളെല്ലാം കഴിഞ്ഞു. ഓഫീസുകളും ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലും ഏകദേശം കഴിഞ്ഞു. ഇനിയൊക്കെ റെസിഡൻഷ്യൽ ഇതിലൊക്കെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ ഓണം വീടുകളിൽ ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാ ജനങ്ങളും. അവർ വന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ കച്ചവടം ഇപ്രാവശ്യം കുറച്ചൊരു ഡൗൺ ആണ്. സാമ്പത്തിക ഒരു പ്രതിസന്ധി ഇതിൽ കാണിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആർക്കും കുഴപ്പമില്ലാത്ത രൂപത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ച് ഡിമ്മാണ്, എന്നാലും കുഴപ്പമില്ല. ഈ വില എങ്ങനെയാ? പുറത്തെ വില അനുസരിച്ചാണോ? അതെ, തീർച്ചയായിട്ടും. നമുക്കിത് എല്ലാം അടുത്ത സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ വിപണി നിൽക്കുന്നത്. തോവാള തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഗുണ്ടൽപേട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്, അങ്ങനെ പല ഭാഗത്തു നിന്നാണ് ഈ പൂക്കൾ വരുന്നത്. എന്തായാലും വാങ്ങാനുള്ള ആളുകളുമൊക്കെ നിൽപ്പുണ്ട്. അവരൊക്കെ ഓരോ ഇടങ്ങളിലേക്കും വാങ്ങാൻ എത്തിയിരിക്കുന്നതാണ്. ഇതൊരു പരിപാടി ഉണ്ടായിരുന്നു, പൂക്കളം ഇടാൻ വേണ്ടി. എല്ലാ തവണയൊക്കെ ഇടുന്നതാണോ? അതോ ഇപ്പോഴത്തെയാണോ കൂടുതൽ ആഘോഷിക്കുന്നത്? എല്ലാ തവണ ഇടുന്നത്. എങ്ങനെയുണ്ട്? വില എങ്ങനെയുണ്ട്? വില ഞാൻ ഈ ഉച്ചപ്പൂവേ വാങ്ങിക്കുന്നത്. വേറൊന്നും വാങ്ങുന്നില്ല? ഇല്ലില്ല, പൂവിടാൻ വേണ്ടിട്ടല്ല, തലയിൽ വെക്കാൻ. പൂക്കളടിയിലൊന്നും ഉണ്ടായിരുന്നില്ലേ?
എന്തായാലും ഒറ്റ പൂവിന് വേണ്ടി വന്നതാണ്. ആളുകളൊക്കെ രാവിലെ മുതൽ വന്ന് പൂക്കൾ വാങ്ങി മടങ്ങുന്ന കാഴ്ച ഈ ചില്ലറയായി, അതായത് ഈ വലിയ തോതിൽ പൂക്കൾ വാങ്ങാത്ത ആളുകൾക്ക് പൂക്കളുടെ കിറ്റൊക്കെ നൽകുന്നുണ്ട്. അതായത് എല്ലാ പൂക്കളിൽ നിന്നും ചെറുതായി ഓരോ പൂക്കളും എടുത്ത് അത് ചെറിയ കിറ്റായി നൽകും. അത് അങ്ങനെ ആകുമ്പോൾ അവർക്ക് വീടുകൾക്കും മറ്റുമാണ് അത് വലിയ ഗുണകരമാവുന്നത്. അത് ചെണ്ടുമല്ലി ഉണ്ടാവും, മറ്റ് മഞ്ഞ കളറൊക്കെ ഉള്ള എല്ലാ നിറത്തിലുമുള്ള പൂക്കൾ ചെറിയ രീതിയിൽ നിറച്ച് ഒരു കിറ്റ് എന്ന രീതിയിലാണ് നൽകുന്നത്. എന്തായാലും ആളുകൾ വലിയ ആവേശത്തോടു കൂടി തന്നെ ഇത്തവണ പൂക്കളം തീർക്കുന്നു. ഓഫീസുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ ഓണാഘോഷങ്ങൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി വീടുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പൂക്കളം ഇടയിലാണ് പൂവിപണിയും നല്ല വിലക്കയറ്റത്തിൽ തന്നെ അല്ലെങ്കിൽ തീ പിടിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.